ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തികൾക്ക് ആരാണ് നിങ്ങൾ, അവരെങ്ങനെയാണ് നിങ്ങളെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കാം, അതൊരു അക്സെപ്റ്റൻസ് ആൾ തന്നു കാണില്ല. ഒരു ലവിങ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ലവർ റിലേഷൻഷിപ്പ് ആണെന്നൊരു ക്ലൂ പോലും ചിലപ്പോൾ തരാത്ത ആൾക്കാർ കാണാം ഇതിൽ. അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളെ ഒരു ഭയങ്കരമായൊരു സ്ട്രെങ്ത് തന്നെയായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്ത് വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ മുന്നിലേക്ക് പോകാൻ ചിലപ്പോൾ മടിച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കും. എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനുള്ളൊരു മടി, പല ചിന്തകൾ, അങ്ങനെയൊക്കെ മടിച്ചു നിൽക്കുന്ന ടൈമിൽ അവർക്കൊരു ഇൻസ്പയറിംഗ് ആയൊരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതും അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ചിന്താഗതി തന്നെ മാറ്റിമറിച്ചത്, അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായി സഹായിച്ച ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെന്ന വ്യക്തി ഒരുപാട് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് ഇമോഷണൽ ആണെങ്കിലും കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ലോജിക്കലായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വ്യക്തികൾക്ക് നിങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഇത് മിക്കവാറും നിങ്ങളുടെ അടുത്ത് പറയാത്ത വ്യക്തികളായിട്ടാണ് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, കുറച്ചുകൂടി ക്ലോസ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കാം, പക്ഷേ ഒരിക്കലും രണ്ട് വ്യക്തികളും അക്സെപ്റ്റൻസ് തന്നിട്ടില്ല അതൊരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളൊരിതിൽ. അങ്ങനത്തെ വ്യക്തികൾക്ക് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവർക്ക് ചേർന്നൊരു, അതായത് നിങ്ങളുടെ ആ ഒരു ലെവലിനനുസരിച്ച ഒരു വ്യക്തിയല്ല അവർ എന്നുള്ളത്. അതൊരു പക്ഷേ അവർ ഫിനാൻഷ്യലിയും ഇമോഷണലിയും രണ്ട് തരത്തിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയുടെ അത്ര എക്സ്പാൻഡ് ആയിട്ടുള്ളൊരു ചിന്താഗതി ആയിരിക്കണം എന്നില്ല അവരുടെ. അതിൻ്റെ പേരിൽ അവർക്ക് പറയാനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനും ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടാവും. മറ്റു ചിലർക്ക് നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലി സൗണ്ടാണ്, അത്രയ്ക്ക് അവരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾക്ക് അവർക്ക് ഭാവിയിൽ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത് തരാൻ പറ്റില്ല എന്നുള്ള തോന്നൽ കൊണ്ടും പിന്നിലേക്ക് നീങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം. പക്ഷെ എന്തായാലും നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ലോങ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങളായിട്ട് അതിനുവേണ്ടി പറന്നുയരുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആകുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്കതിലൊന്നും എത്തിപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും അവർക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവർ മടിച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. നിങ്ങളൊരു പക്ഷേ അവർക്കൊരു വാംത്ത് തന്നെയാണ്, പല കാര്യങ്ങളിലും അവർക്ക് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു കരങ്ങളായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. പക്ഷേ ചില കാര്യങ്ങളാൽ അവർക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ശരിയാകോ എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തുവെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.